ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. കോ പവർഡ് ബൈ ഏസ് മണി. മൂന്നാം ഘട്ടത്തിൽ പ്രേതാലയത്തിലെ ടാസ്കിൽ ഇതുവരെ 2 ടീമുകളാണ് മത്സരിച്ചത്. ആദ്യം മനയ്ക്കുള്ളിൽ കയറിയത് ഗൗരിയും കരോളിനുമായിരുന്നു. രണ്ടാമത് മനയ്ക്കുള്ളിൽ കയറിയത് അമൃത സജുവും അമൃത നായരും. ഇരു ടീമുകളും ടാസ്ക് പൂർത്തീകരിച്ചാണ് മനയ്ക്ക് പുറത്തിറങ്ങിയത്. അടുത്തതായി പ്രേതഭവനത്തിലേക്ക് കയറുന്ന ടീം ഇവരാണ്, റനീഷ ആൻഡ് മേഘ. ഇല്ലത്തെ കാരണവരായിരുന്ന വാമദേവൻ നമ്പൂതിരി. ഇദ്ദേഹം പകിടകളിയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു. കണ്ണുകൊണ്ട് ഇദ്ദേഹത്തിന് പകിടയെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കരുക്കളെ ചലിപ്പിക്കാനും സാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റാർക്കും ഇദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധാരണമായ അല്ലെങ്കിൽ അസംഭവമായിട്ടുള്ള ഒരു കാരണമായിരുന്നു. നാട് ഭരിച്ചിരുന്ന തമ്പുരാനുമായി ഇദ്ദേഹം പകിട കളിക്കുകയുണ്ടായി. അങ്ങനെ ആ പകിട കളിയിൽ തോറ്റ തമ്പുരാൻ ലജ്ജയാൽ കോപാകുലനായി ഈ നമ്പൂതിരിയുടെ തല കൊയ്തു അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും ആ ഇല്ലത്തുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിങ്ങളുടെ ടാസ്ക് ഇല്ലത്തിനകത്ത് പ്രവേശിച്ച് പകിട കളിക്ക് ആവശ്യമായ കട്ടയും കരുക്കളും എടുത്ത് കളത്തിൽ നിരത്തും. ഇതിൽ റനീഷയാണ് കട്ടകൾ എടുക്കേണ്ടത്, 4 കരുക്കൾ എടുക്കേണ്ടത് മേഘയും. ഇത് റൂംസിലാണോ ഉണ്ടാവുക? അത് എവിടെ ഉണ്ടാവും എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് നിങ്ങളുടെ ടാസ്ക്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ അവസാനം കളത്തിൽ നിരത്തേണ്ട ഇടത്ത് വന്ന് എത്തുന്നത് ആദ്യം മേഘയാണെങ്കിൽ കമ്പാനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വൈസ് വേഴ്സ. റനീഷയാണെങ്കിൽ മേഘയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നിച്ചല്ലേ പോകുന്നത്? രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലായിരിക്കും കയറുന്നത്, പക്ഷെ ഒറ്റയ്ക്ക് 2 കവാടങ്ങളിൽ. മേഘയും റനീഷയും മനയിൽ കയറുന്നതിന് മുന്നായി കഴിഞ്ഞ തവണ, അതായത് ആദ്യഘട്ടത്തിൽ കൊട്ടാരത്തിൽ കയറുമ്പോൾ അവർക്കുണ്ടായ ചില അനുഭവങ്ങൾ അറിയണ്ടേ നമുക്ക്? കാരണം മേഘയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു സിറ്റുവേഷൻ. സോ ലെറ്റ്സ് സീ. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കുറെ ട്രാവലൊക്കെ ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കൊക്കെ പോയി ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്ത് ഭയങ്കര ബോൾഡാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പിലൊക്കെ നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു ടാസ്ക് കൊണ്ട് എൻ്റെ എല്ലാം പോയി. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല.
എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ മേഘ മാത്യു പുറത്തു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ടാസ്കിലൂടെ. ഓക്കെ, ഞാൻ പറയണത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ ടാസ്കിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. തരത്തില് ഒരു പാമ്പിൻ പുറ്റുണ്ട്. ഈ കൊട്ടാരത്തിലെ അമൂല്യമായിട്ടുള്ള ഒരു നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പാമ്പിൻ പുറ്റ്. അപ്പൊ ഈ പാമ്പിൻ പുറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ പാമ്പിൻ പുറ്റിൽ നിന്നും ഒരു നിധിയുണ്ട്. ആ നിധി എടുക്കുക. ഇതാണ് മേഘയുടെ ടാസ്ക്. ടാസ്ക് അത് തന്നെയാണോ? നമ്മളിപ്പോ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയുവാണ്. ചെറിയൊരു കല്ലുണ്ട്. വയ്യാതെ വന്നതുകൊണ്ടാണ് എനിക്ക് ആ ടാസ്ക് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഈ ടാസ്കിൽ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. പ്രഷർ ലോ ആയി പോയി. അപ്പം ഇത്രയും നാളും, അതായത് ഒരു 4-5 മാസമായിട്ട് ഞാൻ കൊറോണയൊക്കെ വന്ന ആഫ്റ്റർ എഫക്റ്റോട് കൂടിയൊക്കെ ഇരുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പപ്പയും മമ്മിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് ആ ഒരു ടൈമിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അത്രയും ഞാൻ പേടിച്ചു. അപ്പം എന്റെ ടാസ്ക് ആദ്യമേ ഓല എടുക്കാനായിരുന്നെങ്കിൽ പോലും അവിടെ വന്നപ്പോ പെട്ടെന്ന് പാമ്പിന്റെ ഇതിലെ പുത്തിൽ നിന്ന് നിധി എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഐ എം സോ നെർവസ്. ഭയങ്കര നെർവസ് ആയിട്ട് കോൺഷ്യസ് ആയി. അപ്പൊ എനിക്ക് പാമ്പിനെ പണ്ട് തൊട്ടേ ഭയങ്കര പേടിയാണ്. പക്ഷെ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും അതിന്റെ സൗണ്ടും ഇതൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് ഈ ടാസ്കിൽ ഒറ്റയ്ക്ക് വിടുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ രീതിയിലും ഭയങ്കര രീതിയിൽ ഞാൻ ഭയപ്പെട്ടു. പരിശുദ്ധ അമ്മേ, മാതാവേ, മാതാവേ, ഈശോയെ, തോർച്ചില്ല. ടോർച്ച് കത്തുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിലേക്ക് എനിക്ക് കയറിയപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സ്പിരിച്വലി കുറച്ച് ദൈവവിശ്വാസമുള്ള കുട്ടിയാണ്. അപ്പൊ എന്നെ ഇതൊന്നും ഇല്ല എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ റൂമിൽ ചെന്നപ്പോ തൊട്ട് എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. അതെന്റെ തോന്നലാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആകെ പേടി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ ടാസ്കിലൂടെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും എനിക്ക് BP ഒന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രഷർ ലോ ഒക്കെ വരും. പക്ഷെ ഭയങ്കര ഹൈ ആയിട്ട് ഈ ടാസ്കിലൂടെ എനിക്ക് അത് പ്രഷറും അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ വന്നെങ്കിൽ പോലും എനിക്ക് പിടിച്ചു നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ കുറെ നേരം ഇങ്ങനെ പിടിച്ച് നിന്നു. ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി മുന്നോട്ടുള്ള ഓരോ എപ്പിസോഡ്സിലും അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഓരോ ടാസ്കും ഇതിലും ഭീകരമായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി.
ഫസ്റ്റ് നമ്മുടെ കണ്ണ് കെട്ടി വണ്ടിയിൽ പോകുമ്പോൾ തന്നെ വണ്ടിയിലുള്ള ചേട്ടന്മാര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണ് കെട്ടിയ കാരണം ഒന്നാമത് ബ്ലാക്ക് കവർ കൊണ്ട് കെട്ടിയ കാരണം ആ ഫ്രണ്ടിലിരിക്കുന്ന വൈറ്റ് ബൾബിന്റെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ പോകുന്ന വഴിക്ക് തന്നെ നല്ല ഇങ്ങനെ ചാടി ചാടി പോകുന്ന വണ്ടിയിൽ അവരിങ്ങനെ വിൻഡോ സൈഡൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് വരെ കണ്ട എല്ലാ സിനിമയുടെ ഓരോ പേടിക്കുന്ന സംഭവങ്ങളും കണ്ണ് കെട്ടിയപ്പോ മുതലുണ്ടായിരുന്നു. അവിടെ പോയപ്പോ ഫസ്റ്റ് ഈ കണ്ണ് അവര് കെട്ടിയത് അഴിച്ചു. കണ്ണ് കെട്ടിയത് അഴിച്ചപ്പോ ഈ ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ് കാരണം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ടോർച്ചൊക്കെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ സമയത്ത് യൂസ്ലെസ് ആയിട്ടാ തോന്നുന്നത്. നിങ്ങൾ ഏതോ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞു. കാത്തോളണേ. ഉള്ളില് പോകുമ്പോ തന്നെ കൊറേ മാറാല. അതൊക്കെ കഴിഞ്ഞ് അകത്ത് പോയത് എന്റെ പടച്ചോനെ, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫസ്റ്റത്തെ ഒരു നിലവിളി, എന്റെ വയറിയുന്ന ശബ്ദം വന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞ ബുദ്ധി ഒന്നും പ്രവർത്തിച്ചില്ല. ഞാൻ പക്ഷെ കേറുമ്പോ വിചാരിച്ചു എന്തെങ്കിലും നിലവിളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടൊക്കെ പേടിക്കാതെയൊക്കെ പോയിട്ട് വരണം എന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു മൊമെന്റ് കാരണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഫുൾ കൂരിരുട്ട്, ഒരു ആളനക്കോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ എന്നുള്ള ഒരു സംശയമായിരുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ റൂമും കയറി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ അടി വെക്കുമ്പോഴും പടച്ചോനെ ഏത് സൈഡിൽ നിന്ന് എന്താ വരണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പേടി. ആ സമയത്ത് ഞാൻ ഇമോഷൻസ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണെങ്കിൽ പോലും എന്റെ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പുറത്ത് പോയിട്ടൊക്കെ വരുന്ന പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് പോയി എനിക്ക് നല്ല പേടിയായ ഒരു സംഭവം എന്താന്ന് വെച്ചാല്, എന്തോ ഒരു മേലെക്കൂടെ ശബ്ദം കേട്ട് നോക്കുമ്പോ കയ്യിൽ എന്തോ വീണു. മണത്ത് നോക്കിയപ്പോ ഒരു വൃത്തികെട്ട നാറ്റം, എന്തിന്റെയോ കാഷ്ടമാണെന്ന് മനസ്സിലായി. എന്റെ കയ്യിൽ എന്തോ കാഷ്ടം, എന്തിന്റെയോ അപ്പി വീണു. മാസ്റ്റർ എന്തിന്റെയോ അപ്പി വീണു എന്റെ കയ്യില്. മാസ്റ്റർ അത് വരാം. കണ്ണാടിയുള്ള മുറി കിട്ടിയപ്പോ എന്റെ തലയിൽ കൂടെ ഓടി വീഴുണ്ടായിരുന്നു. നിപ്പില് ഞാൻ ചാടി. ഭാഗ്യത്തിന് ബാത്റൂമിനൊക്കെ പോയിട്ട് ഈ ടാസ്കിന് കയറിയത് കൊണ്ട് മാനരക്ഷയായി. കാരണം തൊട്ടടുത്തൂടെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ ഇതെല്ലാം പെറുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഓട് വീണ് പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു പടച്ചോനെ തീർന്നു, എല്ലാം തീർന്നു. ആ സമയത്തെങ്ങാനൊക്കെ അറ്റാക്ക് വന്നാണെങ്കിൽ ഞാൻ കേറുമ്പോ തന്നെ പറഞ്ഞിട്ടാ വന്നത്. ഒരു ആംബുലൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആംബുലൻസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, വല്ല അലറൽ കേട്ടു എന്ന് വെച്ചാൽ അകത്ത് വന്ന് പൊക്കിക്കൊണ്ട് വരണേന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ആഭരണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ എന്തോ ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി, കണ്ണാടി പൊട്ടിപ്പോയി. ഞാൻ ഇറങ്ങുക. അയ്യോ അത് പൂട്ടി. അവിടെ എത്തിയപ്പോ ഒന്നുമില്ല.
ഏതൊക്കെയോ സൂറത്തൊക്കെ ഞാൻ ഓതി, ഓർമ്മയുള്ളതൊക്കെ. പിന്നെ മനസ്സിൽ വന്നത് രാമ 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 പാഹിമ. എല്ലാവരെയും ഞാൻ കൂട്ടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിനെ വിളിച്ചു, ദൈവത്തിനെ വിളിച്ചു, സൂറത്ത് ഏതൊക്കെയോ ഓതി. പിന്നെ ഞാൻ തമിഴിൽ കഴിച്ചല്ലാത്ത എങ്ക മാരിയാത്ത എന്തൊക്കെയൊക്കെയോ അപ്പൊ തോന്നുന്നതൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ കഴിഞ്ഞു വന്നു. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ മനയിലേക്ക് പകിടയും കരുക്കളും കണ്ടെത്താൻ റനീഷയും മേഘയും. സ്റ്റെപ്പ് ഉണ്ട്. വെയിറ്റ് വെയിറ്റ്. ഓക്കെ, വൺ മോർ. സോ ഓൾ ദി ബെസ്റ്റ്. കണ്ടോളൂ. ഓക്കെ. പോലും വഴി അറിയുന്നില്ല. ഓ